പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ ഞാനുള്ളത്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കന്യാകുമാരിയിലെ പേച്ചിപ്പാറ ഡാമിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പേച്ചിപ്പാറ ഡാമിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു 22 കിലോമീറ്ററോളം നമ്മൾ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോതയാർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടവും അങ്ങനെ കുറച്ച് അവിടുത്തെ ഗ്രാമങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനും ബൈക്കിൽ എൻ്റെ ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കേട്ടോ കോതയാറിലേക്ക് യാത്ര ചെയ്യുന്നത്. നല്ലൊരു മഴയുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ നല്ല കാടുകളാണ് ഈ കാണുന്നത് കണ്ടോ, നല്ല കാടുകളാണ്. അപ്പം തൊട്ട് ബാക്കിൽ ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 130 രൂപയുടെ ക്യാമറയ്ക്കടക്കം പാസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കോതയാറിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോതയാർ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നും ഏകദേശം കുറച്ച് മുമ്പിൽ ഒരു 100 മീറ്ററോളം മുൻപിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ തൊട്ടപ്പുറത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവോയറിന് സൈഡിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന കുറച്ചധികം വനങ്ങളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ ഇന്ന് അധിക യാത്രയ്ക്കൊന്നും എൻ്റെ കൂടെ വരാത്തതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടതെന്ന് പറയുന്നത് ഈ മുന്നിലൂടെ കിടക്കുന്ന ഈ മനോഹരമായിട്ടുള്ള കാട് ഉള്ള ഈ ഒരു വഴിയിലൂടെയാണ് നമുക്ക് ഈ ഒരു കോതയാറിലേക്ക് യാത്ര ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി പോകുന്ന വഴികളുടെ കാഴ്ചകളും അതുപോലെ ഇവിടുത്തെ കാടിൻ്റെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ഒരു നൂന്ന വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ നൂർന്ന് കിടക്കുന്ന ഒരു കാട്ടിനുള്ളിലൂടെയുള്ളൊരു വഴി. ഇതിനകത്ത് കുറച്ചധികം തേക്കിൻ്റെ കാടുകളും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലത്തെ മരക്കാടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം തൊട്ട് താഴെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റിൽമെൻറ്റ് ഏരിയ ആയിരിക്കാനാണ് സാധ്യത. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നും ഏകദേശം 18 കിലോമീറ്ററാണ് കാണിക്കുന്നത് നമുക്ക് ഈ ഒരു കോതയാർ വാട്ടർഫാൾസിൻ്റെ അവിടെയൊക്കെ എത്താനായിട്ട്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു പൂപ്പും കാടും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കട്ടറൊക്കെയാണ് കേട്ടോ. ചിലയിടങ്ങളിൽ നല്ല രീതിക്ക് തന്നെ കട്ടർ കിടപ്പുണ്ട്, നല്ല കുഴികളുണ്ട്. ഇവിടെയുണ്ട് ഒരു കുഴി. അപ്പം അങ്ങനത്തെ വഴികളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന. ഈ വഴികളെല്ലാം കാണുന്നത് ഈ കഴുകൻ, പിന്നെ അതുപോലെ തന്നെ ഈ തേക്ക്, മുള, അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഇവരുടെ കൂപ്പാണ് കേട്ടോ. മൊത്തം വളംകൂപ്പും അങ്ങനെ തേക്കിൻ്റെ കൂപ്പും ഒക്കെയാണ് ഈ വലത്തെ സൈഡിൽ. പിന്നെ അതിന് താഴെ നമ്മുടെ പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവോയറാണ് തൊട്ട് താഴെയുള്ളത്. ഈ ഒരു വനപാതയിലൂടെയുള്ളൊരു യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. കാരണം അധികം വണ്ടികളില്ല, പിന്നെ അധികം ആൾതാമസമില്ല, അങ്ങനെയുള്ളൊരു വഴി. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള കാടുകൾ, പിന്നെ ലൈനൊന്നും വരച്ചിടാത്ത നല്ല റോഡ്. നമ്മുടെ കേരളത്തിലെ റോഡുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലെ റോഡുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ റോഡുകളെ പോലെ ഗട്ടറൊന്നുമില്ല കേട്ടോ. ഞാൻ പല സ്ഥലങ്ങളിലും പോയപ്പം അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. പിന്നെ നമ്മൾ ഈ പേച്ചിപ്പാറന്ന് തന്നെ എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ മേടിച്ച് വയ്ക്കണം. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരു 8-9 കിലോമീറ്റർ അപ്പുറം മോതിരമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ മാത്രമാണ് ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പേച്ചിപ്പാറന്ന് ഞങ്ങൾ ബ്രെഡും ജാമും അതൊക്കെയാണ് മേടിച്ച് വെച്ചത്. അപ്പം ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത്തെ സൈഡിൽ ഒരു വലിയൊരു പാറ, വലത്തെ സൈഡിൽ കുറച്ച് വലിയ കാടുകൾ, അങ്ങനെയുള്ളൊരു സ്ഥലം. വലത്തെ സൈഡിൽ ഫുൾ മുളങ്കാട്, ഇടത്തെ സൈഡിൽ ഒരു പാറ, അത് പൊട്ടിച്ചൊക്കെ ഉള്ള പാറയാണ് കേട്ടോ. കുറച്ച് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട് ഈ ഒരു പാറ. നമുക്കത് അങ്ങ് ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ മലനിരകളൊക്കെ കാണുന്നുണ്ട് നമ്മൾ പോകുന്ന ഈ ഒരു വഴിയിൽ. നമ്മൾ പോകുന്ന ഈ ഒരു ഭാഗത്ത് ആൾതാമസമൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് റബ്ബറിൻ്റെ കൃഷികൾ ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ആയിരിക്കാം നമ്മളിപ്പം ബാക്കിൽ കണ്ടത്. അവരാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത് കേട്ടോ. ഇവിടെ അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ താമസിക്കുന്നവരായിരിക്കാം. മൊത്തം പൈനാപ്പിളിൻ്റെ കൃഷിയാണ്. ഇടയ്ക്ക് വേലിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഇത് വേലി എറുത്ത് നല്ല ടൊൾ എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുകയാണ്. പിടിച്ചു കൊടുത്താൽ അവിടെ ഇരിക്കും. നല്ല ചെളിയുള്ളൊരിടം കേട്ടാ. അത്രയും നല്ല ടാറിങ്ങുള്ള റോട്ടിൽ കൂടെ വന്നിട്ട് ഇത്രയും ഭയങ്കര ചെളി. എനിക്ക് തോന്നുന്നു ഇവിടെ മുകളിൽ ഈ കാണുന്ന കൂപ്പുണ്ടല്ലോ, അപ്പോൾ ഇതിനകത്തുനിന്ന് മണ്ണോ എന്തൊക്കെ ഇടിച്ച് അവർ അകത്ത് റോഡാക്കിയപ്പോൾ അങ്ങനെ റോഡിലോട്ടൊക്കെ വന്നിട്ടുള്ളതായിരിക്കാം റോഡിൽ കാണുന്ന മണ്ണുകളൊക്കെ. തൊട്ട് താഴെ നല്ലൊരു പാടമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പാടം പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം. അതിൻ്റെ സൈഡിൽ റിസർവോയറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അങ്ങ് കുറേ മലനിരകൾ,
പിന്നെ ഇത് അവിടെ ഒരു BSNLൻ്റെ പുതിയ മൊബൈൽ ടവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ താഴെ ഭാഗത്ത് ആൾതാമസമുണ്ട്. ഇതിൻ്റെ വലത്തേ ഭാഗത്ത് ഈ പുറത്തിയുടെ തോട്ടമാണ്, പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. ഭൂരിഭാഗം സ്ഥലത്ത് നമ്മൾ ഇത്രയും ദൂരം വന്നപ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത് പൈനാപ്പിളിൻ്റെ കൃഷിയാണ് കേട്ടോ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു സെറ്റിൽമെൻറ്റിലൂടെയാണ് കേട്ടോ. ഇവിടെ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ മുൻപിൽ പോകുമ്പോഴാണ് മോതിരമല എന്ന് പറയുന്നൊരു സ്ഥലമുള്ളത്. അവിടെ അത്യാവശ്യം ചെറിയൊരു ജംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വലത്തെ സൈഡും ഇടത്തെ സൈഡൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഈ യൂക്കാലി അത്തരത്തിലുള്ള മരങ്ങളൊക്കെ കാണാൻ പറ്റും. ചില ഭാഗങ്ങളിൽ നമ്മുടെ പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവോയർ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെയാണ് കേട്ടോ. അവർ ഈ ലാറ്റക്സിന് വേണ്ടിയിട്ട് പാലൊക്കെ കൊണ്ടുപോകുന്ന ബാരലൊക്കെ അവിടെ ഇരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇനിയിപ്പം കുറേ ദൂരം ഇങ്ങനെ റബ്ബർ പ്ലാന്റേഷനാണ്. ഈ പ്ലാന്റേഷനകത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ലയങ്ങളുണ്ട്. അപ്പോൾ ട്രൈബൽ വിഭാഗക്കാർ മാത്രമല്ല വേറെ ഉള്ള ആൾക്കാരും ഈ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു റോട്ടിലൂടെ പോകുമ്പോഴേ കുറച്ച് ബസ്സൊന്നുമില്ല, 1-2 ബസ് സർവീസൊക്കെ ഉള്ളൂ. ഈ ബസ് വന്നു കഴിഞ്ഞാൽ വേറെ വണ്ടിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ബസ് ഇങ്ങനെ നിറഞ്ഞു വരും കേട്ടോ ഈ വഴിയിലൂടെ. നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നമ്മളെ ഇടിച്ച് കള്ളിയിടും. അതും തമിഴ്നാട് ബസ്സാണ്. പക്ഷെ നമ്മൾ ഈ ഒരു റോട്ടിലൂടെയൊക്കെ പോകുമ്പോഴേ ഈ ഒരു റോഡിൻ്റെയൊക്കെ സ്മൂത്ത്നെസ് കാണണം. ഭയങ്കര നല്ല ടാറിങ്ങാണ് കേട്ടോ, അധികം കട്ടറൊന്നുമില്ല. പിന്നെ കുറേ സ്ഥലത്ത് നമ്മളിങ്ങനെ മുന്നിലേക്ക് പോയി വരുമ്പോഴും മുളങ്കാടുകൾ കാണാം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ കാണാം, പിന്നെ കാട്ടിലെ മരങ്ങൾ കാണാം, പിന്നെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലൊക്കെ റിസർവോയറുകൾ കാണാം പേച്ചിപ്പാറ ഡാമിൻ്റെ. അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ട, ഇത് തമിഴ്നാട്ടിലെ ഒരു പ്രൈവറ്റ് ബസ്സാണ്. തമിഴ്നാട്ടിലെ വിവിധ ഉൾഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈവറ്റ് ബസ് സർവീസും അതുപോലെ തമിഴ്നാട് RTCയുടെ ബസ് സർവീസൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരുപാടധികം സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം വഴി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അങ്ങ് മുൻപിലൊക്കെ കാണുന്നത് വലിയ മലനിരകളൊക്കെയാണ് കേട്ടോ. ആ ഒരു മലയുടെ ഭാഗത്ത് എവിടെയാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്. കോതയാറ് ടോപ്പിലാണ് കേട്ടോ ഒരു ഡാമുള്ളത്. അങ്ങോട്ടേക്ക് നമുക്ക് പെർമിഷനൊന്നും കിട്ടത്തില്ല. നമുക്ക് കോതയാറിങ്ങ് താഴെയുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമൊക്കെയാണേ. ഇപ്പോൾ ഏതോ ഒരു ജംഗ്ഷനിൽ നിൽക്കുകയാണ് ഞാനും എൻ്റെ ചേട്ടനും കൂടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുൻപിൽ പോയിട്ട് ചോദിക്കാം. ഇപ്പോൾ കണ്ട ജംഗ്ഷൻ്റെ അവിടെ നിന്നും 7 കിലോമീറ്ററാണ് കേട്ടോ കോതയാറിലേക്കുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം അത്യാവശ്യം ആൾതാമസമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമുക്കപ്പോൾ തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഏതാണ് സ്ഥലമെന്ന്. ഇവിടെ നിന്നും 7 കിലോമീറ്ററാണ് കാണിക്കുന്നത് കോതയാറ് വാട്ടർഫാൾസിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നപ്പം കുറേ ആൾതാമസമുള്ള സ്ഥലങ്ങൾ കണ്ടു. പിന്നെ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആൾതാമസമില്ലാത്ത പിന്നെയും നല്ല റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന റോഡുകളൊക്കെ ഇത്രയും മനോഹരമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ചുറ്റിനും നല്ല കാടും അതിനകത്തൂടെ നല്ല റോഡും, നമ്മൾ തിരുവനന്തപുരത്ത് പൊന്മുടിയിലൊക്കെ പോകുന്നത് പോലെ നല്ലൊരു കാടും അതിനകത്തൂടെ നല്ലൊരു റോഡും, രക്ഷയില്ലാത്ത റോഡ്, അതുപോലെ കാടുകളും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് മഴയ്ക്കൊക്കെ ചെറിയ രീതിയിലുള്ളൊരു ശമനമായിട്ടുണ്ട്. പുറകിലെ ആൾതാമസമൊക്കെ ഉള്ള സ്ഥലം കഴിഞ്ഞ് നമ്മളിതാ കുറച്ച് മുൻപിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടെയാണ് റോഡ് കിടക്കുന്നത്. അത്യാവശ്യം നല്ല വളവൊക്കെ ഉണ്ട്. ചേട്ടൻ അവിടെ വണ്ടിയുമായിട്ട് നിൽക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളും തമിഴിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഇവിടെ മൈലാർ റബ്ബർ ഫാക്ടറി എന്ന് പറഞ്ഞ് ഒരു റബ്ബർ ഫാക്ടറി, അരസു റബ്ബർ കോർപ്പറേഷൻ, ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് അണ്ടർടേക്കിംഗ്, അതായത് തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ വരുന്നൊരു മൈലാർ എന്ന് പറഞ്ഞൊരു റബ്ബർ എസ്റ്റേറ്റാണ് കേട്ടോ. അത് ഇങ്ങോട്ടകത്തോട്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ ക്ലോസിംഗ് ആണ്, നമുക്ക് അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ മനോഹരമായിട്ടുള്ള മലനിരകളൊക്കെ അങ്ങ് കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇതിലെ മുന്നിലേക്കാണ്. അതുവരെ ടാറിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കൂടുതലും റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ കുറച്ച് കോൺക്രീറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സ്പീഡിന് ആൾക്കാരിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ടോ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഒത്തിരി ദൂരം കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. ഈ നല്ല മനോഹരമായിട്ടുള്ള കാടിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ മുന്നിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്
ഇവിടെ ഒരു ക്ഷേത്രമാണ് കേട്ടോ. കുറേ ദൂരം ഇങ്ങനെ നമ്മൾ എത്തിയപ്പോൾ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രവും അതിൻ്റെ കാണിക്ക വഞ്ചിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം തൊട്ട് മുൻപിൽ ഒരു കമ്പി പാലമാണ് കേട്ടോ, ഇരുമ്പിൽ നിർമ്മിച്ചിരിക്കുന്നൊരു പാലമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു ആറ്റിൽ വന്ന് അവിടുത്തെ ബാക്കിൽ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ കണ്ടില്ലേ, അത് കഴിഞ്ഞ് നമുക്ക് മുമ്പിലൂടെ കാണുന്നത് ഇങ്ങനൊരു വെള്ളച്ചാട്ടമാണ്. കണ്ടില്ലേ, ഇങ്ങനൊരു വെള്ളച്ചാട്ടം, ഇങ്ങനെ പോകുന്നൊരു വെള്ളച്ചാട്ടം. അതിൻ്റെ തൊട്ട് സൈഡിൽ മനോഹരമായിട്ടുള്ള ഒരു അമ്പലം. അപ്പോൾ എൻ്റെ ചേട്ടൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി നടന്നാണ് ഇനി മുന്നിലേക്ക് പോകുന്നത്. ദൂരം വനത്തിനുള്ളിലൂടെ വന്നപ്പം കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ ആൾത്താമസമുള്ള ഏരിയകൾ കണ്ടു. പിന്നെയും എനിക്ക് തോന്നുന്നു ആൾത്താമസം ഉള്ളൊരു ഏരിയയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. വീടുകളാണോ ഈ തൊഴിലാളി ലയങ്ങളാണോ ഒന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ആദ്യം ആരെങ്കിലും കാണുവാണെങ്കിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാമായിരുന്നു ഇവിടെ എന്താ സെറ്റപ്പ് എന്ന്. ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ എനിക്ക് തോന്നുന്നു മുകളിൽ റബ്ബർ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടുത്തെ ലയങ്ങളാണെന്ന് തോന്നുന്നു. ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ആൾത്താമസം ഇല്ലാത്ത കുറേയൊക്കെ ഉണ്ട്. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് മേളത്തെ ലയമാണ് കേട്ടോ. ഇവിടുത്തെ ഫാക്ടറിയിലെ ജോലിക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിച്ചിരുന്ന ഒരു ലയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ റബ്ബർ ഫാക്ടറി, അതിൻ്റെയാണ് കേട്ടോ. ബാക്കിൽ കുറച്ചേരത്ത് മഴ പെയ്ത്, പിന്നെയും ഇടയ്ക്ക് കുറച്ചേരത്ത് മഴ പെയ്തില്ല. ഇപ്പം പോകുന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട്. ബാക്കിലോട്ട് പെയ്തതിൻ്റെ അത്ര വലിയൊരു മഴ ഇങ്ങോട്ടൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ഈ ദൂരം കൂടെ നമ്മൾ മുൻപിലേക്ക് വന്നപ്പം കാട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടോ, പാറയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ വരുന്നത് അടിപൊളിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഇതിലെ മുന്നിലേക്കാണ്. റോഡൊന്നും ഇത്രയും ദൂരം നമ്മൾ വന്നെടുത്തൊന്നും അധികം പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല റോഡുകൾ തന്നെയാണ്. ഇവിടെയൊക്കെ നിൽക്കുന്ന ഓരോ മരങ്ങൾ കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള മരുതാണ്. നമ്മുടെ കന്യാകുമാരി എന്ന് പറയുമ്പം പഴയ തമിഴ്നാട് കേരളമല്ലേ, അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള കേരളത്തിലെ നമ്മുടെ പശ്ചിമഘട്ട വനങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളും എല്ലാ മരങ്ങളും ചെടികളും ഒക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ബേക്കിലൊരു ആൾത്താമസമൊക്കെ കണ്ട സ്ഥലത്ത് നിന്ന് പിന്നെയും മുൻപിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പാലമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ആറായിരിക്കാം എനിക്ക് തോന്നുന്നത് കോതയാറ്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ആറെന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇവിടെ നിന്ന് മനോഹരമായിട്ടുള്ളൊരു ആറിങ്ങനെ ഒഴുകി വരികയാണ്. അത് അങ്ങ് മുകളിലത്തെ ഏതോ മലയിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. ഇപ്പം വെള്ളം കുറവാണ്. ഈ ഒരു പാലത്തിനടിയിലൂടെ വെള്ളം ഒഴുകി വരുന്നത് കണ്ടോ, ഒരു പ്രത്യേക ഒരു നിറം വേണ്ട ആ വെള്ളത്തിന്. പിന്നെ അവിടെ കുറച്ച് ഫ്രണ്ടിൽ ആ വെള്ള കാണുന്നുണ്ടല്ലോ, അതൊക്കെ ആട്ടിൻകുട്ടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാലത്തിൽ നിന്ന് അത്രയും കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഫ്രണ്ടിൽ അവിടെ ഒരു പോസ്റ്റ് ഓഫീസുണ്ട്, പോസ്റ്റ് ഓഫീസ് കാണുന്നുണ്ട്. പിന്നെ ഈ പാലത്തിൻ്റെ ഗേറ്റൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. രണ്ട് സൈഡിലും നല്ല തൂണൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ റോട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ റോട്ടിലൊക്കെ പശുക്കളൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ചേട്ടൻ ബാക്കിൽ നിൽക്കുകയാണ്, ഞാൻ ഈ റോട്ടിലൂടെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് രണ്ട് വഴികൾ കാണാമേ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത്. അപ്പം കോതയാർ പവർ ഹൗസ് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് പോകരുത്, ഫ്രണ്ടിൽ ഈ വഴി കൂടെ പോകാനാണ് ഒരു ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ തന്നെ പോകണം. പവർ ഹൗസിങ് മുകളിലെവിടെയാണെന്ന് തോന്നുന്നു. കോതയാർ പവർ ഹൗസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലെവിടെയാണ്, അങ്ങോട്ടാണ് ഒരു ആരോ കൊടുത്തു വെച്ചിരിക്കുന്നത്. അവൻ താഴെ പാലത്തിൻ്റെ അവിടെ വണ്ടിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ്, ഇങ്ങോട്ടാണ് ആരോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തമിഴ്നാട്ടിലെ വിവിധ റോഡുകളിലെ വളവുകളിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അത് സ്പീഡ് കുറച്ച് പോകാനായിരിക്കാം ഇതുപോലെ ഇങ്ങനെ കോൺക്രീറ്റ് ഉണ്ട്. ഇവിടെ പകുതി കോൺക്രീറ്റ്, ബാക്കി അങ്ങോട്ടേക്ക് നല്ല ടാറിങ്. ഇവിടെ നിന്നും ഇടത്തേക്ക് പോയി കഴിഞ്ഞാലാണ് അപ്പർ കോതയാർ ഡാമുള്ളത്. അപ്പം അവിടെയൊന്നും ആൾക്കാർക്കൊന്നും പ്രവേശനമില്ല, റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. വനം വകുപ്പ് കേസെടുക്കുമെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഡാമാണ്. അപ്പോൾ ഇതിലെ മുൻപിൽ ഒരു 2.5 കിലോമീറ്റർ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കോതയാർ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റും. ഈ ഭാഗത്തൊക്കെ ഈ പവർ സ്റ്റേഷനിലേക്ക് ജീവനക്കാരുടെ ലയങ്ങളാണ് ഈ ഭാഗത്ത് കുറേ അറ്റത്തൊക്കെ ഉള്ളത്.
അത് കഴിഞ്ഞ് നമ്മൾ മുൻപിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ കുറച്ച് ട്രൈബൽ സെറ്റിൽമെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ BSNL 4G സാറ്റുറേഷൻ പ്രോജക്റ്റുകൾ ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്കാണല്ലോ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രണ്ടിൽ BSNL 4G സാറ്റുറേഷൻ പ്രോജക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ കോതേറ് ഭാഗത്തൊക്കെ നെറ്റ്വർക്കൊക്കെ ഉണ്ട് കേട്ടോ, BSNL മാത്രം. താഴെ കുറേ ഏറ്റവും ഇങ്ങനെ ആൾതാമസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വീടുകൾ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് കുറച്ച് റബ്ബറിൻ്റെ കൃഷി അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഭാഗത്തൊക്കെ വലിയ വലിയ റബ്ബറുകളും അങ്ങനെ അതിൻ്റെ കൃഷികളും. BSNLന് റേഞ്ച് ഉണ്ട് കേട്ടോ. BSNLൻ്റെ ഈ സാറ്ററേഷൻ പ്രോജക്റ്റ് വഴി ഈ ഇവിടുത്തെ ഈ ഗ്രാമപ്രദേശത്തൊക്കെ റേഞ്ച് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബാക്കിൽ റേഞ്ചും ഉണ്ട്. അപ്പോൾ കുറേ യൂക്കാലിയൊക്കെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വഴിയോരത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങ് ഏതോ വലിയ മലയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹൈറ്റാണ്. നമുക്കിപ്പം ക്യാമറയിലൂടെ അത്രത്തോളം കാണാൻ പറ്റത്തില്ല. വലിയ ഹൈറ്റിലാണ് ആ കാണുന്ന മലനിരകൾ മൊത്തം ഇരിക്കുന്നത്. അങ്ങൊരു നല്ലൊരു പോച്ച പോലത്തെ ഒരു പ്ലേസ്. അപ്പോൾ അവിടെ നിന്ന് മുൻപിലേക്കാണ് കാണിച്ചിരുന്നത് നമ്മുടെ കോതയാർ വാട്ടർഫാൾസിലേക്കുള്ള ആ വഴി, അതുപോലെ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം 3 കിലോമീറ്റർ എന്നാണ് ബാക്കിൽ നിന്ന് കാണിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയിലായിരിക്കാം, മുമ്പിലായിരിക്കാം ഈ കോതയാറിലെ ആ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് വലത്തെ സൈഡിലൊക്കെ റബ്ബറിൻ്റെ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. മുറിച്ച് ഇതെല്ലാം കളപ്പയർ കയറി കിടക്കുകയാണ്. വേറെ മരങ്ങളൊന്നുമില്ല. അപ്പം പിന്നെ ഈ ഭാഗത്ത് മഴയുടെ ഇതൊന്നുമില്ല കേട്ടോ. ഫുള്ള് നല്ല ഉണങ്ങിക്കിടക്കുകയാണ് തറയൊക്കെ. ചെറിയ രീതിയിലുള്ള മഴച്ചാറ്റൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മൾ പിറകിലൊക്കെ നനഞ്ഞു വന്നതുപോലെയുള്ള മഴ നനച്ചിലോ ഒന്നും നമുക്ക് ഇല്ല. കാരണം മഴയില്ല ഇങ്ങോട്ട്. പിന്നെ അന്തരീക്ഷം എന്ന് വെച്ചാൽ ഇരുണ്ടൊരു അന്തരീക്ഷം തന്നെയാണ്. ഇതേ സൈഡിൽ കുറേ യൂക്കാലി മരങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. വലിയ വലിയ യൂക്കാലികൾ ഇങ്ങനെ കാണുന്നുണ്ട്. കുറേ സമയം ഇങ്ങനെ ബൈക്ക് യാത്രയൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിപ്പം ഈ ഒരു വാട്ടർഫാൾസിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു ആറുണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നൊരു വലിയ ആറുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിന്ന് വലിയ ഒരു തോടുണ്ട്. അപ്പം ഒട്ടനവധി നല്ല കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു വഴിഭാഗത്തേക്ക് വരുമ്പോഴും അതുപോലെ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കോതയാർ വെള്ളച്ചാട്ടം ഇവിടെ സെക്യൂരിറ്റി അങ്ങനെ ആരും ഇല്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ അങ്ങനെ ഇവിടെ ആരെയും ഞാൻ കണ്ടില്ല. ഫുൾ നിബിഡമായിട്ടുള്ള വനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സെറ്റിൽമെൻറ്റുകളുണ്ട്. പിന്നെ അതല്ല ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുണ്ട്. അതല്ലാതെ എസ്റ്റേറ്റ് ഗ്രാമങ്ങൾ, അത്തരത്തിലുള്ള ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം അത്തരം ഗ്രാമങ്ങളും കൂടെ നമുക്ക് പകർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വാട്ടർഫാൾസും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. ഞങ്ങൾ വന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. അപ്പോൾ ഇവിടെ ഒരു കല്ലാർ അരുവി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ആറിൻ്റെ പേര് കല്ലാർ അരുവി എന്നാണ്, ഇരട്ട അരുവി അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആയിരിക്കാം. അപ്പം മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. തമിഴ്നാട് കോതയാറെന്നും ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ആരോ പെൻസിലോ അല്ലെങ്കിൽ കല്ലോ എന്തൊക്കെ വെച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ ഒന്നും എഴുതി വെച്ചതല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടങ്ങൾ, ഇതും ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതല്ല ഇവിടെയും കാണുന്നുണ്ട് കുറച്ച് വർഷം പഴക്കമുള്ളൊരു കെട്ടിടം. അപ്പോൾ ഇവിടെ എന്തോ ആൾതാമസം എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ ക്ലീനിങ് ഒക്കെ, ചെറിയ രീതിയിൽ ക്ലീനിങ് ഒക്കെ ഉണ്ട്. ഇപ്പം നിലവിൽ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്നൊരു വലിയൊരു ആറ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി വെച്ചത് ഇവിടെയാണ്. ഞാനും ചേട്ടനും കൂടെ ഇവിടെ വണ്ടി കൊണ്ട് വെച്ചു. പിന്നെ മുൻപിലേക്ക് വേറൊരു റോഡുണ്ട്. ഈ ഒരു റോഡ് മുൻപിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇവിടെ ഛർദ്ദലാണോ എന്താണോ ഒരു പിടുത്തമില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. മുൻപിലേക്ക് വഴിയുണ്ട്. പിന്നെ ഇവിടെ നിന്നൊരു ചെറിയൊരു വഴിയുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു വഴിയിലൂടെ ഈ മുൻപിലേക്ക് നടക്കുമ്പോഴായിരിക്കാം നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പറ്റുന്നത്. ഏകദേശം ഒരു 100 മീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടൊക്കെ വരുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് BSNL എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം സർക്കാരിൻ്റെ ഇവിടെ സാറ്റലൈറ്റ് പ്രൊജക്റ്റ് വഴി തൊട്ടപ്പുറത്ത് മൊബൈൽ ടവറൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങോട്ടൊക്കെ BSNLൻ്റെ സിം ഇട്ടിട്ട് ഈ വനങ്ങളിലൊക്കെ പോകുമ്പോൾ അത്തരത്തിലുള്ള സിമ്മുകളൊക്കെ എടുത്തിടുക. BSNL സിം തന്നെ ഉപയോഗിക്കുക. കാരണം ഇപ്പോൾ ഉൾഗ്രാമങ്ങളിലൊക്കെ BSNLൻ്റെ നെറ്റ്വർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നും ഒരു ആറുണ്ട്, അവിടെ നിന്നും ഒരു ആറുണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ്. ഇവിടെ നിന്നും മനോഹരമായിട്ടുള്ളൊരു പുഴ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അപ്പം ആ ഒരു പുഴയ്ക്ക് സൈഡിലൂടെ ഒരു പാലമുണ്ട്. അത് കുറച്ചൊക്കെ ഇടിഞ്ഞു പോയി. അതിങ്ങനെ താഴേക്ക് പോകുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പുഴ കാണാനും കണ്ടില്ലേ, നല്ല കാടുകളും പച്ചപ്പും ഒക്കെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്. റോഡ് അവസാനിക്കുന്നൊന്നുമില്ല. റോഡ് ഇങ്ങനെ മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ്. ഇപ്പം എനിക്ക് തോന്നുന്നു
ചെറിയ വണ്ടികളെന്തൊക്കെ ഇപ്പോൾ നിലവിൽ ഈ റോഡ് വഴി പോകുന്നുള്ളൂ. വേറെ വണ്ടികളൊന്നും പോകാൻ വേണ്ടിയിട്ടുള്ളൊരു റോഡ് സംവിധാനമൊന്നുമില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ബസ് പോകുമായിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. അപ്പം ചെറിയൊരു കുഴി, അവിടെ ഒരു വലിയൊരു കുഴിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകാവേ. കന്യാകുമാരി വൈൽഡ് ലൈഫ് സങ്കേതം, അതായത് കന്യാകുമാരി വന്യജീവി സങ്കേതം, തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കന്യാകുമാരി വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഈ ഒരു കോതയാർ എന്നൊക്കെ പറയുന്നത്. 10 മണി മുതൽ 4 മണി വരെ ഇവിടെ പ്രവേശനമുണ്ട്. പിന്നെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, ഫോറസ്റ്റ് റേഞ്ച്, ഇത് കുലശേഖരം റേഞ്ചിൻ്റെ കീഴിൽ വരുന്നൊരു സ്ഥലമാണ് കോതയാർ എന്ന് പറയുന്നത്. ഇവിടെ പോയാലോ? അപ്പോൾ ഇവിടെ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും 100 മീറ്റർ മുൻപിലേക്ക് നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പം ജീപ്പൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഫോറസ്റ്റിൻ്റെ ജീപ്പ് അതൊക്കെ കയറിപ്പോകും. ബൈക്ക് നമ്മളവിടെ കയറ്റുന്ന കണക്കിന് നമ്മളിവിടെ കയറ്റിക്കൊണ്ട് പോകും. പിന്നെ വെറുതെ എന്തിനാണ് നമ്മൾ വണ്ടി കയറ്റി വണ്ടീനെ ഇല്ലാതാക്കുന്നത്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം തൊട്ട് മുകളിൽ തന്നെയാണ് വെള്ളച്ചാട്ടം. ഇതുപോലുള്ള സ്ഥലങ്ങൾ തേടിയിട്ടാണ് കൂടുതലായിട്ടും എൻ്റെ യാത്രകൾ മാക്സിമം ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഒരുപാട് ഉള്ളിലിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഊരുകളിലേക്കൊക്കെ പോകുന്നത് പോലുള്ള വഴികളാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇടത്തെ സൈഡിലേക്കൊരു ചെറിയൊരു താര വഴിയുണ്ട്. അപ്പോൾ വലത്തെ സൈഡിലുള്ള വഴിയിലായിരിക്കാം, അങ്ങോട്ടാണ് സൗണ്ട് കേൾക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ. അപ്പോൾ നമ്മളങ്ങനെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഇതാണ്, കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുന്നിലേക്ക് പൊക്കഴിഞ്ഞാലാണ് നമ്മുടെ നിലവിലെ കോതയാറിലെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒറ്റ മനുഷ്യനെ കാണാനില്ല കേട്ടോ. ഇവിടെ ആരെയും കാണാനില്ല ഇന്നത്തെ ഈ ഒരു ദിവസം. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ വെള്ളച്ചാട്ടം കണ്ട ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നത് അടിപൊളിയാട്ടോ. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയതിന് ശേഷം അപ്പുറത്തൂടെ വന്ന വലിയ ആറിലല്ല കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം കാണുന്നത്. ഇവിടുത്തെ ഈ ഒരു ചെറിയൊരു ആറിലാണ്. ഇതാ കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ, അടിപൊളിയാട്ടാ, നല്ലൊരു വെള്ളച്ചാട്ടം. അവിടെ കുളിക്കാൻ പറ്റും, ഇവിടെ കുളിക്കാം. അതിൻ്റെ അടിയിൽ ഇവർ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു പുഴ താഴേക്കാണ് കേട്ടോ ഒലിച്ചു പോകുന്നത്. ഇതാ ഇങ്ങനെ പോകുന്ന ഈ ഒരു പുഴയാണ്. ഈ ഒരു പുഴ പോകുന്ന ഭാഗത്താണ് നമ്മൾ താഴെ ഒരു റോഡൊക്കെ കണ്ടത്. ഈ ഒരു പുഴ പോകുന്ന ഭാഗത്താണ്. അപ്പോൾ ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടം. അപ്പം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒന്നും തന്നെ പറ്റാതിരിക്കാൻ വേണ്ടി 2-3 കമ്പിയൊക്കെ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. അവിടെ കുഴിയൊന്നുമില്ല, നല്ല രീതിക്ക് കുളിക്കാനൊക്കെ പറ്റും. അപ്പോൾ അത്തരത്തിൽ അടിപൊളി ഒരു വെള്ളച്ചാട്ടം കേട്ടോ. ഇവിടെ വന്നപ്പം ആരെയും കണ്ടില്ല, പുതിയതായിട്ട് വന്ന വിസിറ്റേഴ്സിനെ. ഓ ഈ ഒരു ബ്രോയെ കണ്ടു. ബ്രോ സ്ഥലം എവിടെയാണ്? അവിടെ നിന്ന് വന്നതാണോ രാവിലെ? അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് നമ്മുടെ കോതയാർ എത്തിയിട്ടുണ്ട് കേട്ടോ, തമിഴ്നാട് കോതയാർ. സ്ഥലം എങ്ങനെയുണ്ട്? അതെ, വെള്ളച്ചാട്ടം വലിയ രീതിക്ക് നമ്മൾ വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നല്ല സ്ഥലം അത് തന്നെ. അങ്ങനെ നമ്മളിതാ കോതയാർ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഇനി ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പം കൊള്ളാം, അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അപ്പം നമുക്ക് തൊട്ട് താഴെ ചെന്ന് നമ്മൾ വണ്ടിയൊക്കെ വെച്ച് അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എങ്ങനെയാണ് വരാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതാ ആ ചേട്ടനും ഇതാ എൻ്റെ ചേട്ടനും നമ്മൾ ഇതാ ഇനിയിപ്പോൾ താഴേക്ക് പോവുകയാണ്. പോകടേ ഒക്കെ വഴിയുണ്ടോ, ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്നൊരു വഴിയാണ്. അപ്പോൾ ഇത് തമിഴ്നാട്ടിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സാണ്. ഇത് ഇവിടുത്തെ ഒരു ആനത്താരയാണ് കേട്ടോ. അത് കണ്ടോ, അങ്ങനെ കുറച്ച് മുകളിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർ 2 പേര് ഇതാ ഇവിടെയുണ്ട്. നമ്മൾ 3 പേരും വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി. ആലപ്പുഴയിൽ നിന്ന് വന്ന ചേട്ടനെ നമ്മൾ അവിടെ നിന്നപ്പോഴാണ് ചേട്ടൻ കയറി വന്നതും ചേട്ടനെ കണ്ടതും. ചേട്ടൻ ഒറ്റ മൈൻഡാണ്. ഞാനും ഒറ്റയ്ക്കാണ് പോണത്, പക്ഷേ ഇന്ന് എൻ്റെ ചേട്ടനും കൂടെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്കിത് ആ ഭാഗത്ത് കാണുന്നതാണ് പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവോയർ. ഇത് ഒരു എസ്റ്റേറ്റ് മുറിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയെല്ലാം കളപ്പയർ എന്ന് പറഞ്ഞ കളപ്പയർ ചെടി ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കുന്നിലൊക്കെ 2-3 വെള്ളച്ചാട്ടം. പിന്നെ ഇതാ മുന്നിലേക്ക് ഒരുപാട് ദൂരം ഇങ്ങനെ ഒരു ചെറിയൊരു റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത് ഏതോ ഉൾ സെറ്റിൽമെൻറ്റിലേക്കോ അല്ലെങ്കിൽ എസ്റ്റേറ്റിലേക്കോ പോകുന്ന ഒരു വഴിയാണെന്ന് തോന്നുന്നു. അപ്പം ഈ മലകളിൽ നിന്നെല്ലാം ഇങ്ങനെ വെള്ളം ഒലിച്ചിങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമേ. അപ്പോൾ നമ്മളിനി കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം കോതയാർ ഭാഗത്തേക്ക് നമ്മളങ്ങനെ എത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.
അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ഒരു സ്ഥലം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പം ഇവിടുന്ന് മുന്നിലേക്ക് പോവലെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നിലേക്കൊന്നും പോകുന്നില്ല. മനോഹരമായിട്ടുള്ള പ്ലേസൊക്കെ എന്ത് രസമാണെന്നറിയാമോ നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയൊരു സ്പോട്ട്, ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ വന്നാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടേക്ക് നമുക്ക് എങ്ങനെ എത്താം, അല്ലെങ്കിൽ പേച്ചിപ്പാറ ഡാമിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കിവിടേക്ക് എങ്ങനെ എത്തിപ്പെട്ടാം, അല്ലാതെ നമുക്ക് റോഡ് മാർഗം എങ്ങനെ ആണ് ഈ കോതയാർ വാട്ടർഫാൾസിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് താഴെ പോയിട്ട് സംസാരിക്കാം. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഏതോ ഒരു എസ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളാണ് കണ്ടോ, അടിപൊളി. കുറേ ഇങ്ങനെ ദൂരെ ഇങ്ങനെ വാഴക്കൃഷിയുണ്ട് കേട്ടോ, അതിനകത്ത് റബ്ബർ കൃഷി. ഇതൊക്കെ എനിക്കൊന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കാം. താഴെ കൂടെയൊക്കെ ആറുകൾ, ഭയങ്കരമായിട്ടുള്ള ആറുകളും അതിൻ്റെ സൗണ്ടുകളും മാത്രമേ ഉള്ളൂ. അപ്പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ നിന്നൊരു കുഞ്ഞൊരു വെള്ളച്ചാട്ടം നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഇങ്ങനെ എസ്റ്റേറ്റ് ആണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട്. ഭംഗിയുണ്ടില്ലേ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട്. തിരിച്ചതാ നമ്മൾ വണ്ടി വെച്ച ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഹെൽമെറ്റ് ഇവിടെ നമ്മൾ വെക്കട്ടെ. ഇവിടെ വെച്ചിട്ട് നമ്മളിനി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എന്തായാലും അടിപൊളി ഒരു പ്ലേസ്. രാവിലെ ഏകദേശം 8 മണിക്ക് വീട്ടിൽ നിന്ന് വന്നതാണ്. വീട്ടിൽ നിന്ന് വന്നിട്ടിപ്പോൾ കോതയാറ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സമയമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു 1:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 12:30 ആ ഒരു സമയമായപ്പോഴാണ് നമ്മൾ കോതയാർ എത്തിയത്. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടൻ. ഒരു ഹായോട്. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് കിട്ടിയത് ആലപ്പുഴയിൽ നിന്ന് വന്നൊരു ചേട്ടൻ. ചേട്ടാ പേരെന്തോന്നാണ്? ശരത്ത്. ഓക്കെ. ആലപ്പുഴയിൽ എവിടെയാണ് വീട്? കായംകുളം. ഓക്കെ. ആലപ്പുഴയിൽ കായംകുളത്ത് നിന്ന് വന്നൊരു ചേട്ടൻ. ഈ ചേട്ടൻ നമ്മൾ മുകളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നപ്പോൾ കണ്ടതാണ്. വേറെ ആരെയും ഇന്ന് കണ്ടില്ല. ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് വരുന്ന ആൾക്കാരായിട്ട് വേറെ ആരെയും നമ്മൾ കണ്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ഈ കോതയാർ വാട്ടർഫാൾസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടത്തേക്ക് വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് നേരെ അമ്പൂരിയിൽ വരിക. അമ്പൂരിയിൽ നിന്ന് പേച്ചിപ്പാറ വരിക. പേച്ചിപ്പാറ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരാൾക്ക് 70 രൂപയാണ്. ക്യാമറ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരേണ്ടത്. പേച്ചിപ്പാറ വന്ന് പാസ് എടുത്തതിന് ശേഷം അവിടെ നിന്ന് കോതയാറ്. അപ്പം കുറച്ചധികം വനത്തിനുള്ളിലൂടെയൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾതാമസമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം കോതയാറോ അല്ലെങ്കിൽ അതിൻ്റെ പിറകിലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ആഹാര സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ കടകളൊക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ ആഹാരങ്ങളൊക്കെ കൊണ്ടുവരിക. ഓക്കെ. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് തമിഴ്നാട്ടിലെ കോതയാർ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഏരിയകളിൽ കിടക്കുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബായ്.